ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ സാരി ഡെയ്സിക്ക് തീരെ യോജിക്കുന്നില്ല. ജപ്പാനിൽ എല്ലാവരും കിമോണയാണ് ധരിക്കുന്നത്. എന്റെ ഭാര്യ എന്തുടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. താൻ അവളെ സാരി ഉടുപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ, തന്റെ മോണ ഇടിച്ച് ഞാൻ കിമോണയാക്കും. ഒരു മാനേജർ. മൈൻഡ് യുവർ വേർഡ്സ്. ഡെയ്സി, ആ സാരിയുടെ മുന്താണി എടുത്തൊന്ന് പോച്ചോ. എന്തിന്? തണുപ്പായതുകൊണ്ടല്ല, ഓരോരുത്തന്മാരുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് കലി വരുന്നു. അത് പതിവുള്ളതല്ലേ. അച്ഛനൊന്ന് പോയേ. അച്ചായം പോവാ. പിന്നെ വൈകുന്നേരം ഞാൻ ഫോൺ ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാ മതി. വൈകിട്ട് വിളിക്കാനൊന്നും വരണ്ട, ഞാൻ പൊക്കോളാം. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. 1-ാം തീയതി തരാമെന്ന് പറഞ്ഞതുകൊണ്ടാ ഉണ്ടായിരുന്ന താലിമാല പണയം വെച്ച് 1000 രൂപ ഞാൻ മാനേജറിന് കൊടുത്തത്. ഇപ്പൊ പറയുന്നു അടുത്ത മാസം തരാമെന്ന്. എടോ, താൻ ജപ്പാനിൽ പോയി ചെരുപ്പ് കുത്താൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ തന്നെ ഞാൻ മാനേജരാക്കിയത്. താൻ 2 മാസമല്ലേ ആയാലും ഇവിടെ ജോലി കയറിയിട്ട്. അതിനിടെ നാട്ടിലുള്ള സകല പട്ടിയുടെയും പൂച്ചയുടെയും വരെ താൻ കടം വാങ്ങിച്ചു. താൻ ഈ കടമൊക്കെ വാങ്ങിച്ചിട്ട് താൻ മുങ്ങിക്കളഞ്ഞ അവർക്ക് ഞാനായിരിക്കും അവസാനം കൊടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നീയൊക്കെ കൂടെ എന്നെ പിച്ച ചട്ടി എടുപ്പിക്കല്ലേ. അടുത്ത മാസം ഇവന്റെ ശമ്പളത്തിൽ ഞാൻ തന്നേക്കാം, കുട്ടി വെക്കുള്ളൂ. ഡെയ്സി, ഒരാൾ പോലെ ഇവന് 10 പൈസ കടം കൊടുക്കരുതെന്ന് പറഞ്ഞേക്കണം. അടുത്ത മാസം 20-ാം തീയതി എങ്കിലും ആ ഓർഡർ മീറ്റ് ചെയ്തില്ലെങ്കിലേ തന്നെ ആയിരിക്കും ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കാം.